കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശവുമായി അത്യപൂർവ ടെലിവിഷൻ കാഴ്ച അനന്തരം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഫ്ലവേഴ്സിൽ തത്സമയം. Yes, welcome all of you, and now we are watching Eastern Star Magic powered by Aushadhi. കഥനങ്ങളിൽ ജീവനിൽ കഥ കഴിഞ്ഞ ജീവിതം. കുടുംബങ്ങൾ കുളം തോണ്ടുന്ന കഥ കഴിഞ്ഞ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ധനസഹായത്തിനായി എത്തിച്ചേർന്നിരിക്കും. ധനസഹായമല്ലോ, നിയമസഹായമല്ലേ. പിന്നെ ധനം അല്ലാണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാൻ പറ്റുമോ? നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ പെണ്ണുമ്പളെ കുറച്ച് കാശ് തന്നുകൊണ്ടാണ് ഞാൻ ജനറേറ്റർ ഡീസൽ വാങ്ങിച്ച് അടിച്ചിപ്പോ എപ്പിസോഡ് തുടങ്ങാൻ പോണേ. മിണ്ടാതിരി അവിടെ. ധനസഹായത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീലക്ഷ്മി കല്യാണ മണ്ഡപം. കല്യാണ മണ്ഡപോ? അവരാണ് സ്പോൺസർ. പിന്നെ ഉച്ചക്കിരുന്ന് ഞണ്ണിയില്ലേ, അത് കല്യാണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെ ബാക്കിയാ. 2 പ്രാവശ്യം പറഞ്ഞ അവർ വൈകുന്നേരം വല്ലതൊക്കെ തരും. നീ ധൈര്യമായിട്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി കല്യാണ മണ്ഡപം കഥ കഴിഞ്ഞ ജീവിതം പവേർഡ് ബൈ ശ്രീലക്ഷ്മി കല്യാണ മണ്ഡപം. നിയമസഹായത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന എൽസ മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. തൂക്കുന്ന ചേച്ചി, നീ ഒന്നും മിണ്ടായിരുന്നേ. ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. സീനിയർ ജഡ്ജ് സുഷമ മനോജ്, നമസ്കാരം. ഏത് കോർട്ടിലെ സീനിയർ ജഡ്ജ്? അയ്യോ, കോടതിയല്ല, പിന്നെ ഈ കട്ടുറുമ്പ് റിയാലിറ്റി ഷോ. കട്ടുറുമ്പ്, മറ്റേ കുഞ്ഞു കുട്ടികളുടെ റിയാലിറ്റി ഷോ. അതിന്റെ ജഡ്ജായിരുന്നു ഞാൻ. അതിന്റെ ജഡ്ജായിരുന്നോ? എന്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് അനുയോജ്യമായ ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തകൻ കാം കുമാർ. നമസ്കാരം സാർ. എന്താണ് ഈ കാം കുമാർ എന്നുള്ള പേര് വരാൻ കാരണം? കയ്യിരിപ്പ് അങ്ങനെ ആയിരിക്കും. അതല്ലെന്ന്, എന്റെ പേര് ശരിക്കും കൈമൾ കെ കുമാർ എന്നാണ്. അത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് കേം കുമാർ എന്നാക്കി. അതാണ് ഈ കാം കുമാർ. കെഎം കുമാർ ആണ് കാം കുമാർ. അതെ. ശരി ശരി. എന്തായാലും നമസ്കാരം. നമസ്കാരം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ലേഡീസ് സൈക്കോളജിയിൽ 7 പ്രബന്ധങ്ങൾ കണ്ടുപിടിച്ച സീനിയർ സൈക്കോളജിസ്റ്റ് രമാകാന്തൻ. നമസ്കാരം സർ. സാറിന്റെ ഇവിടെ എന്താണ് പറ്റിയത്? അത് ഞാൻ ഈ 7 പ്രബന്ധങ്ങൾ തയ്യാറാക്കില്ലേ ലേഡീസ് സൈക്കോളജിയെ പറ്റി. 8ാമത്തെ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി ഒരു പെണ്ണിന്റെ അടുത്ത് സമീപിച്ചതാ. വർക്കൗട്ട് ആയില്ല, അവള് ചെലവക്കടിച്ചു. പരിചയപ്പെട്ടത് നന്നായി, താങ്ക് യു. അപ്പോ എന്തായാലും നമുക്ക് പരിപാടി ആരംഭിക്കാം. ശ്രീലക്ഷ്മി കല്യാണ മണ്ഡപം കഥ കഴിഞ്ഞ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഥനങ്ങളിൽ ജീവനിൽ കഥ കഴിഞ്ഞ ജീവിതം. കുടുംബത്തിലെ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഒരു സീനിയർ ജഡ്ജ് എന്നുള്ള രീതിയിൽ എന്നെ പരിചയപ്പെടുത്തിയിട്ട് വേണമായിരുന്നു ഈ മാട്ടകളെ പരിചയപ്പെടുത്താൻ. നീ മാട്ടയില്ലേടി? നിന്നൊക്കെ ഭയങ്കര ഊളയാണല്ലേ. നിർത്താന് പറഞ്ഞേ. ഒരുമാതിരി മൊച്ചടുത്ത് പരിപാടി കാണിച്ച് എന്റെ ബാലികട കേക്കൂട്ടാ. അവിടെ ഇരിക്കണോ? അല്ല പിന്നെ ഇവിടെ നമ്മളെയൊക്കെ ചന്തയാണ്. ഇന്നിവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് കഥനങ്ങളിൽ ജീവനിൽ കഥ കഴിഞ്ഞ ജീവിതം. ആരാന്നല്ല, പുറക്കാട് കടപ്പുറത്ത് നിന്ന് പരീക്കുട്ടി. മാനസമൈനി വരൂ മധുരം തരൂ നിന്നരുമ ഒരു 50 സ്റ്റെപ്പും കൂടെ കെട്ടിവെക്കാനല്ലോ. ഇത് സ്റ്റുഡിയോയോ അതോ പളനിയാ? മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടി
എന്നെ നോക്കി എന്തിനു കൊഞ്ഞണം കുത്തുന്നു? നമ്മൾ പോയി പരിചയമില്ലല്ലോ. ഇത് കൊഞ്ഞനം കുത്തിയല്ലടാ ഭ്രാന്ത, പിന്നെ? ഇതിന്റെ മാനരിസമാണ്. അതെ, ഒരു നിമിഷം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയതാണോ? അതെങ്ങനെ ചോദിച്ചത്? അല്ല, ഈ ഡ്രസ്സ് കണ്ടോണ്ട് ചോദിച്ചതാ. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ തുടങ്ങി ഓടിയാണ്. ആണോ? കാണണോ? വേണ്ട. പൈൽസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഛോ, ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്താണ് പ്രശ്നം? എന്റെ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പരിപാടിക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഞാനല്ലല്ലോ പരിപാടിക്ക് വന്നത്, നിങ്ങളല്ലേ ഈ പരിപാടിക്ക് വന്നത്. പറയും പോലെ ഞാനല്ലേ ഈ പരിപാടിക്ക് വന്നത്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, പറയൂ. 15 വർഷങ്ങളായിട്ട് എന്റെ കാമുകിയെ കാണാൻ അനുവദിക്കുന്നില്ല. കഥനങ്ങളിൽ ജീവനിൽ കഥ കഴിഞ്ഞ ജീവിതം. കാമുകിയെ കാണാൻ അനുവദിക്കാത്ത എന്താണ് സംഭവിക്കുന്നു? അതല്ല, എന്താണ് കേൾക്കുന്നത്? 15 വർഷം കൊണ്ട് കാമുകിയെ കാണാതെ നടക്കും. എങ്ങനെ ഒരു മനുഷ്യനത് അല്ല, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റത്തില്ല. അവസാനം ഇദ്ദേഹം മതിലിയാടും, പട്ടി കടിക്കും, ഇതേപോലെ പുക്കലിന് വിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഗതി വരും. എങ്ങനെ അനുഭവിക്കും ഇയാളൊക്കെ? ആരാണ് നിങ്ങളുടെ കാമുകിനെ കാണാൻ സമ്മതിക്കാത്തത്? അവരുടെ അച്ഛനും അമ്മയാണോ? അല്ല. പിന്നെ സഹോദരങ്ങളാണോ? അല്ലെന്ന്. നാട്ടുകാരാണോ? അവരൊക്കെ നല്ല ആൾക്കാര്. പിന്നെ ആരാണ് സമ്മതിക്കാത്തത്? അവളുടെ ഭർത്താവ്. കഥനങ്ങളിൽ ജീവനിൽ കഥ കഴിഞ്ഞ ജീവിതം. ഒരു കാമുകന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. ധീരരോധന. 15 വർഷം ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു? അതാണ് ആ ഭർത്താവ്, അയാളുടെ മനസ്സ് എത്ര കല്ലാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല സർ. നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്, പറയൂ. അതല്ല, എനിക്ക് എന്റെ ദൃഢമായ ചിന്തയില് ആ കാണാൻ പറ്റാത്ത കാമുകിയെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? കാമുകി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോയിലല്ലേ ഒന്ന്. പിന്നെ കണ്ടിട്ടില്ല 15. അത് എനിക്ക് ഇവിടെ വെച്ച് പറഞ്ഞ കണ്ടിട്ടില്ലെന്ന്. ഓ, എന്തായാലും ഒരു കാര്യം ചെയ്യ്, ആ കാമുകിയെ കൊണ്ട് നമ്മളെ കാണത്ത്. എന്നാ നമുക്ക് കാമുകിയെ വിളിക്കാല്ലേ? ടച്ചപ്പ്. എന്തിനാ ടച്ചപ്പ്? അവള് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിന്റെ കാമുകിയുടെ പേരായിരുന്നു ടച്ചപ്പ്. അതിപ്പോ ടച്ചപ്പ് ഇതാ ഇതാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അവിടെ അല്ല, അവിടെ എങ്ങനെയുണ്ട്? കൊള്ളാം. നിങ്ങളും കൊള്ളാം. എന്തായാലും വർഷങ്ങളായിട്ട് പരീക്കുട്ടി അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ കാമുകി അവരിതാ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഞാൻ വിളിക്കട്ടെ. കറുത്തമ്മ. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പള്ളിത്താമരപ്പൂളേ പള്ളിത്താമരപ്പൂളേ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. നിർത്തണേ. മനുഷ്യനോട് ഉരുകിക്കുമ്പോ വന്നിന്ന് നാടകൃത്തം കളിക്കുന്നു. ഓരോന്നിട്ട് തന്തയ്ക്ക് വിളിക്കുന്നത് തന്നെ. എന്റെ കൊച്ചു മുതലാളി, കരുത്തമ്മ. കൊച്ചു മുതലാളി, കരുത്തമ്മ. കൊച്ചു മുതലാളി. കരുത്തമ്മ. പതുക്കെ വലേടി, അല്ലെ ഞാൻ മൂക്കി കയറി പോകുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. കറുത്തമ്മ, നിങ്ങളുടെ മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല, എങ്ങനെയാണ് ഒരു കാമുകി ഇത്ര വർഷം കാമുകനെ കാണാതെ ആ വീട്ടില് ഒരു വീട്ടിൽ തടങ്കലിലാണ് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? എന്ത് ക്രൂരതയാണ്, എങ്ങനെ അതൊക്കെ സഹിക്കും? എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല, ഈ വെളുത്തുള്ളി തൊളിച്ചടക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിനെ കറുത്തമ്മയെന്ന് വിളിക്കുന്നതിന്റെ ഈഗോ ക്ലാഷ് ആണ് ചിലപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ടോ? അതിന്റെ ലോജിക്കാണ് സാർ എനിക്കും മനസ്സിലാകാത്തത്. ആരാണ് നിങ്ങളെ തമ്മിൽ പിരിക്കുന്നത്? കർത്തമ്മ, ആരാണ് നിങ്ങളെ പിരിച്ചത്? അത് എന്റെ ഭർത്താവാണ് മാഡം. എന്ത് ക്രൂരതയാണല്ലേ! ഇപ്പോഴത്തെ ഈ കാലത്ത് എന്താണ് നടക്കാത്തത്? ഭർത്താവിന് തലക്കടിച്ചിട്ട് കാമുകന്റെ കൂടെ പോകുന്ന ഭാര്യമാരാണ്, മക്കളെ കൊന്നിട്ട് കാമുകന്റെ കൂടെ ഭാര്യമാര് പോകും. ഇത് വെറും നിസ്സാരം. ആ ഭർത്താവിന് ഈ കാമുകൻ ഒന്ന് കണ്ടാ മതി എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അനുവാദം കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയാളുടെ മനസ്സ് എത്ര ക്രൂരമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും നമുക്ക് അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല.
കടപ്പുറത്ത് പെട്രോൾ പമ്പില്ലാത്ത ഇവിടെ ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ അന്ന് ഞാൻ ഇച്ചിരി പെട്രോൾ അടിച്ച് ഇവിടെ കത്തിച്ചേനെ. കൊച്ചു മുതലാളി. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ, അത് ശരിയാണ്. എന്തായാലും ഈ ക്രൂരനായ ഭർത്താവിനെ നമുക്ക് ഇപ്പൊ ഈ സ്റ്റുഡിയോയിലേക്ക് വിളിക്കേണ്ട സമയമായിരിക്കാണ്. അയാളെ കാണണം. അയാളെ കണ്ടിട്ട് നമുക്ക് നിങ്ങളാണ് സംസാരിക്കുന്നത്. അയാളെ കണ്ടിട്ട് അയാളുടെ ഭാഗം എന്താന്ന് നമുക്ക് കേൾക്കണം. കേട്ടേ പറ്റൂ. അപ്പൊ നമുക്ക് ആ ക്രൂരനായ ആ ഭർത്താവിനെ തന്നെ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കാം. പളനി. പുറത്തിനി മത്സരമായി കടപ്പുറത്തിനി ഉത്സവമായി പുറത്തിനി മത്സരമായി താമര. നിങ്ങളെന്താ വൈകിട്ട്? ഇവരൊക്കെ നേരത്തെ വന്നല്ലോ. ഞാന് സ്പീഡിൽ വന്നതായി. തൊപ്പിക്കകത്ത് കാറ്റ് പിടിച്ചിട്ട് എനിക്ക് സ്പീഡിൽ നടക്കാൻ പറ്റില്ല, അതാ താമസിച്ചു പോയത്. അയ്യേ, ഇതെന്താ നിങ്ങളുടെ കയ്യിൽ മീനോ? സ്റ്റുഡിയോയിലേക്ക് വരുമ്പോ മീനൊക്കെ ആയിട്ടാണോ വരിക? ഇന്റർവെൽ സമയത്ത് നമുക്ക് ചുട്ടടിക്കാം. പിടിച്ചോ. അതെന്നെ വർത്താനം. അയ്യേ, ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നേ? വെള്ളത്തിൽ കിടക്കുന്ന ജീവിയല്ലേ, കരയിലിട്ട് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തു. അതുകൊണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുക. എന്തായാലും അതെ, ഈ ഇരിക്കുന്ന ആരാ? ഇത് എന്റെ ഭാര്യ. ദേ ഇരിക്കുന്ന ആരാ? അത് അവളുടെ കള്ളക്കാമുകൻ. ഇവരെ രണ്ടുപേരെയും ഇത്ര കാലം നിങ്ങൾ കാണാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അടി ജിഞ്ചിനാക്കടി. ഞാൻ ഇവിടുത്തെ ലൈൻ വലിക്കാനായിട്ട് ഞാൻ സംസമല്ല. അവളുടെ ഭർത്താവ്. ഹലോ മിസ്റ്റർ മധുര. മിസ്റ്റർ ബേബി ഷാനിയുടെ അച്ഛൻ. മധുരയല്ല, പളനി. അതെ, പളനി. ഇപ്പൊ എടുത്ത നിയമം അനുസരിച്ച് നമ്മുടെ കോടതിയുടെ ഉത്തരവുണ്ട്. സ്നേഹിക്കുന്നവർക്ക്, ഭാര്യ ഭർത്തങ്ങൾ അല്ലെങ്കിൽ പോലും സ്നേഹിക്കുന്നവർക്ക് ഒന്നിച്ച് കഴിയാം, കാണാം എന്നൊക്കെ. എന്നെ നോക്കി വെള്ളം ഒരു കാര്യമില്ല. അവിടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, പോയല്ലേ? കണ്ടിന്യൂ. പരീക്കുട്ടി, നിങ്ങളുടെ ഈ കാമുകീനെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്ര കാലം എന്താണ് പരിശ്രമിച്ചത്? ഞാൻ കടപ്പുറത്ത് മുഴുവൻ പാടി നടന്നു. ഇത് വളരെ ഐശ്വര്യമായിരിക്കുന്നു. കാമുകനെ കാണാതെ ട്രാക്ക് ഗാനം നടത്തുന്ന ഒരു കലാകാരനെ, ഒരു കാമുകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നിട്ട് ഞാൻ ആ പാട്ട് കേട്ടില്ലല്ലോ കൊച്ചു മുതലാളി. പോലീസ് സ്റ്റേഷനിൽ മൈക്കിന്റെ സാങ്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് മൈക്ക് സെറ്റുകാരെ വിളിച്ചില്ല, പച്ചയ്ക്ക് നിന്നങ്ങ് പാടി. ആ പച്ചപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഇനി സാങ്ഷൻ കിട്ടിയാല് അവന്റെ ശരീരത്തിൽ ആ പച്ചപ്പ് പോകും. ഇവരുടെ കഥ പറഞ്ഞു. ഇനി നമുക്ക് പളനിയുടെ കഥ പറയും. ഒരിടത്ത് ഒരു വല്യപ്പച്ചും വല്യമ്മച്ചും ഉണ്ടായിരുന്നു. ഈ വല്യമ്മച്ചയ്ക്ക് അപ്പം തിന്നാൻ കൊതിയായിരുന്നു. വല്യപ്പച്ചനോട് വല്യമ്മച്ചി ചോദിച്ചു, എനിക്ക് അപ്പം തിന്നാൻ കൊതിയാണ്. അപ്പം അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു തരി വിറക് പോലും ഇല്ല. ഈ വല്യപ്പച്ചൻ കാട്ടിൽ വിറകിന് പോയപ്പോൾ വിറകൊക്കെ ശേഖരിച്ച് തലയിൽ പിടിച്ചു കൊടുക്കാൻ ആളില്ല. അപ്പോൾ അവിടുത്തെ ഒരു സിംഹം നടന്നു വരുവാണ്, രജനീകാന്തിൻ്റെ കൂട്ടം, മുടിയൊക്കെ വളർത്തി. എന്നിട്ട് ചോദിച്ചു, ഈ വിറകൻ്റെ തലയിൽ പിടിച്ചു തരുവാണെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് അപ്പം തരാന്ന് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ കഥയാ പറയുന്നത്? നിങ്ങളുടെ കഥ പറയാനാ പറഞ്ഞത്? എന്റെ കഥ പറയാനാണോ പറഞ്ഞത്? അടി ചെഞ്ചിൻ്റെ ആക്കടി, അതാണോ? എരിവും പുളിയും ചേർത്ത് വേണോ അതോ അങ്ങനെ പുഴുങ്ങി വാട്ടി എടുക്കണ പറയണോ? ഇയാൾ എന്ത് വർത്തമാനോട് ഈ പറയണത്? ഇവിടെ ചാനല് 10 പേര് കാണുന്നില്ലേ? ഞങ്ങളിവിടെ കോട്ട് കൊട്ടു വന്നിരിക്കുന്നു. പിന്നെ എരിവും പുളിയും ചേർത്തല്ലാതെ കേൾക്കുന്നതിനൊരു സുഖം വേണ്ടേ? എരിവും പുളി ചേർത്ത് തന്നെ. വല്ലവന്റെ ദാമ്പത്യ ജീവിതത്തിലെ എരിയും പുളിയും കേൾക്കാൻ കോട്ടുവിട്ട് വന്നേക്കോ തന്നെ, ചേരാത്ത പുൾക്കാരും വെച്ചല്ലേ. അതിന് നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്താണ് സംഭവിച്ചത്? പറ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യരാത്രിയിലെ കഥ മുതൽ തുടങ്ങാം അല്ലേ? അത് തന്നെ വേണം. ആദ്യരാത്രി തൊട്ടാണ് കേൾക്കുന്നതിന് ഒരു പഞ്ചു വേണ്ട, റേറ്റിംഗും കൂടും. എൻ്റെ ആദ്യരാത്രിയുടെ അന്ന് രാത്രി ഞാനൊരു 9-9:30 കുളിച്ച് സത്തറൊക്കെ തേച്ച്, ആ മേത്തിങ്ങനെ തൂക്കുന്ന ആ സാധനമൊക്കെ തേച്ചിട്ട് ഞാൻ നല്ല കിടുക്കാച്ചിയായിട്ട് റൂമിലേക്കും കയറി ചെന്നു. എന്നിട്ട് കയറി അങ്ങ് ചെന്നപ്പോ മുഖത്തൊരു നാണം വരുന്നില്ല. നാണം അഭിനയിച്ചുകൊണ്ട് ഇവളിങ്ങനെ വീടിന്റെ ചെറ്റയുടെ മൂലക്ക് നിൽക്കുക. ആദ്യം എൻ്റെ ശരീരം ഒന്ന് വിറ കൊണ്ടു. ഞാൻ അടുത്തേക്ക് ധൈര്യം സംഭരിച്ചങ്ങ് ചെന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ഞാൻ എടുത്തു. എന്നിട്ട് ഇരു കൈകളും അവളുടെ 2 സൈഡിലേക്ക് കടത്തി മൂലക്കായിരുന്ന ഈ പങ്കായ എടുത്തോണ്ട് ഞാൻ നേരെ കടലിലേക്ക് അങ്ങ് പോയി.
ശ്ശേ, അതെന്തിനാണ് ഫസ്റ്റ് നൈറ്റ് അല്ലേ നിങ്ങൾ ആദ്യ രാത്രി അല്ലേ നിങ്ങൾ എന്തിനാണ് അന്ന് തന്നെ കടലിൽ പോയത്? അപ്പോഴല്ലേ എനിക്ക് കടലമ്മയുടെ വിളി വന്നത്. അപ്പോഴായിരിക്കും അവക്ക് കാമുകന്റെ വിളിയും വന്നത്. അതെ 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 അതെ. ഇതേപോലെ രണ്ടാമത്തെ ദിവസം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അത്ര ഇടാൻ നിൽക്കണ്ട കേട്ടോ, സമയമില്ല അതുകൊണ്ട്. അത്ര കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോൾ അച്ഛനതിട്ട് ഞെളിഞ്ഞ് നിൽക്കുക എൻ്റെ ഭാര്യ കാണാൻ പാത്തിന് ഇറയത്ത്. ഞാൻ എന്താ കുപ്പി എടുത്ത് ഇങ്ങനെ ഒപ്പി നോക്കി, മണം വന്നില്ല, കുപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ഞാൻ റൂമിലേക്ക് കടന്നങ്ങ് ചെല്ലുക. അങ്ങനെ വേണം, അങ്ങനെ കാളക്കൂറ്റം ചെല്ലുന്ന പോലെ. ഞാനങ്ങ് ചെന്നിട്ട് അപ്പോഴും അവള് പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുക. ഇല്ലാത്ത നാണം ഉണ്ടാക്കി, ഇല്ലാത്ത നാണം ഉണ്ടാക്കി. അതെ. താൻ ഇത് നിർത്തിയില്ലേ? ഇല്ലേ, പാവം ചത്തുപോകും. അപ്പോൾ ഞാൻ അവളുടെ അടുത്തങ്ങ് ചെന്നു. അവളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് ഞാൻ വികാരദീനനായി അങ്ങ് നോക്കി. അത് പൊളിച്ച്. അന്നേരം ഞാൻ ചിരിച്ചില്ല. ചിരിച്ചിരുന്നെങ്കിൽ എൻ്റെ കൊമ്മിമിച്ച കണ്ണി കയറിയാണ്, അതുകൊണ്ട് ഞാൻ ചിരിച്ചില്ല. അവളുടെ കവിളത്ത് ചൂടൊരു നിശ്വാസം കൊടുത്തിട്ട് അവളുടെ പുറകെ ഇരുന്ന ഈ പങ്കായും കൊടുത്തിട്ട് ഞാൻ നേരെ കടലിലേക്ക് നശിപ്പിച്ച്. ഇയാൾക്ക് ഈ പങ്കായം സത്യമായിട്ട് ഞാൻ തൊട്ടുപോലും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ നശിപ്പിക്കും? അതല്ല, ഇയാൾക്ക് ഈ പങ്കായം എടുപ്പേ ഉള്ളായിരുന്നോ? പങ്കായം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇയാൾക്ക്? വരണ്ട്. ഇയാളുടെ ഈ കയ്യിലിരിക്കുന്നതാണോ ഈ പങ്കായം? ഇതാണ്. ഇതാണ് പങ്കായം. ആ പങ്കായം മേടിച്ച് തല്ലിയ കൊന്നുകള അയാളെ. നിങ്ങൾ പങ്കായം ഇല്ലാത്ത കഥ ഉണ്ടെങ്കിൽ പറ. പങ്കായം കഥ കേൾക്കാൻ കൊതിയായിട്ടിരിക്കുകയാണ് അമ്മനെ. മൂന്നാം ദിവസം വേണമെങ്കിൽ കുളിക്കണ്ട, തീർന്നല്ലോ. പങ്കായം വേണ്ട. ഇല്ല, ഞാൻ സ്ഥിരം കുളിക്കാറില്ല. മൂന്നാം ദിവസം ഞാൻ കുളിച്ചില്ല, അത്രട്ടില്ല. ഇഞ്ചി പോലത്തെ കാര്യമായിട്ട് നേരെ ഞാൻ പരിക്കകത്തേക്ക് അങ്ങ് കയറി അങ്ങ് ചെല്ലുക. ഗായമില്ലല്ലോ. ഇല്ല, പങ്കായമില്ല. അത് മതി പങ്കായമില്ല. നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അന്നും ഇവൾ അങ്ങനെ തന്നെ സർവക്കല്ല് പോലെ അവിടെ മൂലക്കെ ഇങ്ങനെ നിൽക്കുക. അന്നും ഇല്ലാത്ത നാണമുണ്ട്. ആ നാണം സംഭരിച്ച് ഇവളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ വിറയാർന്ന കൈകളിലേക്ക് ഞാനൊന്ന് സ്പർശിക്കാനായിട്ട് ചെന്നേ ചിമ്മിച്ചും തൂങ്ങിക്കിടന്ന വല പൊട്ടിച്ചെടുത്ത് നേരെ കടലിലേക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു. ഈ വലയും പങ്കായം അല്ലാതെ കാര്യങ്ങളൊന്നും. അതന്നെ വലയെടുത്തിട്ട് പോയത്. അതന്നെ വലയെടുത്തിട്ട് പോയത്. ഇയാൾ ആദ്യ രാത്രി ഇയാള് പങ്കായം വല എടുത്തിട്ട് കടപ്പുറത്ത് പോകാനാണോ? ചുമ്മാണോ ആ പെണ്ണ് മീൻ കളഞ്ഞു പിടിക്കാൻ തവിയായിട്ട് പോയാൽ കിട്ടുമോ? വലയായിട്ട് പോയാലേ കിട്ടുമോ? അതാ ഞാൻ വലയായിട്ട് പോയ കടലിലേക്ക്. ഇപ്പൊ ആദ്യ രാത്രി തന്നെ ഇയാൾക്ക് മീൻ പിടിക്കാൻ പോകണമായിരുന്നോ? പിന്നീട് ഭാര്യ പിണങ്ങി പോയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് കംപ്ലൈന്റുമായിട്ട് വന്നാ ചുമ്മാ അല്ലാതെ കാമുകനുമായിട്ട് പോയത്. ഒരല്പം സ്നേഹം കൊടുത്തോളൂ. അതെ അതെ അതെ. അല്ല, സ്നേഹം മാത്രം കൊടുത്താൽ മതിയോ? മീനും കൊടുക്കണോ? ഇല്ലേ, സ്നേഹത്തിന്റെ കൂടെ മീൻ പൊതിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ല വില കിട്ടും. അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കഥ നിൽക്കട്ടെ. നിങ്ങളുടെ തമ്മിലുള്ള പ്രണയം എങ്ങനെയാണ്? അത് കേൾക്കാനാണ് ഇത് പിടിക്കുക. അത് ആ പ്രണയം കേൾക്കാനാണ്. എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയത്? അതൊന്ന് കേൾക്കട്ടെ, പറ. ഒരു ജോലിയും കൂലിയില്ലാതെ കടപ്പുറം വഴി തേരാപ്പാര നടന്നപ്പോ ഇവിടെ ഞാനൊന്ന് കണ്ടു. അപ്പം തന്നെ മുട്ടി, അപ്പം തന്നെ വീണു. ആരാ ഒന്ന് മുട്ടണേ എന്നിട്ട് വീഴാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു അവള്. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സൈസ് ടിപ്പർ സാധനമൊക്കെ വന്ന് മുട്ടി ആരാ വീഴാത്ത? വെരി ഗുഡ്. നിങ്ങൾ തമ്മിലുള്ള പ്രണയം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും അടുത്തത്? ഇതേപോലെ ഒരു കഥ പറയാനില്ലേ? ഞാനും ഇവിടെ അച്ഛനുമായിരുന്നു ആദ്യം ബന്ധം. കാരണന്മാരെ പോലും വെറുതെ വിടാത്ത വൃത്തികെട്ടവൻ. അതല്ലടാ, ഇവളുടെ അച്ഛൻ ഒരു കൊതുമ്പ് വെള്ളം മേടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാശ് കൊടുത്തു. എത്ര രൂപ? ഒരു 1.5 കോടി. കൊതുമ്പ് വെള്ളം മേടിക്കാനാണോ അതോ ടൈറ്റാനിക്ക് മേടിക്കാനാണോ 1.5 കോടി രൂപയൊക്കെ കൊടുത്തത്? അന്നൊരു കൊതുമ്പ് വെള്ളത്തിന് ഏകദേശം 1.5 കോടിയാവും. ഇല്ലേടി, 1.5 കോടിയാവും. ഈ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രാവിന്റെ തെരണ്ടിവാല് വെച്ചൊരടിയെന്നാണ്ടല്ലോ, നീ മുള്ളിപ്പോകും. വളരെ 1.5 കോടി ഞാൻ കൊടുത്തു. തെളിവുണ്ട് എന്റെ കയ്യില്. എന്നാ തെളിവ്? പ്രമാണമുണ്ട്. പ്രമാണോ? കൊതുമ്പ് വെള്ളത്തിന്റെ പ്രമാണം. ഒരിക്കലും 1.5 കോടി ആവില്ല. ആര് പറഞ്ഞു 1.5 കോടി ആവും? ഈ പെൻഗിനുണ്ടായവൻ എന്നെ പറയണേ. ആ സമയത്ത് ഞാനും ജീവിച്ചിരിപ്പില്ലേ? 1.5 കോടി രൂപയ്ക്ക് ആ വിലയല്ലേ ഉള്ളൂ. അതെനിക്കറിയാൻ പാടില്ലേ? ഒരു കൊതുമ്പോളത്തിന് എന്നാ വില ഉണ്ടാവും? ശരി, ഇപ്പൊ വെള്ളത്തിന്റെ വിലയല്ലല്ലോ കാര്യം. നിങ്ങളോട് തമ്മിലുണ്ടായ ഒരു അനുഭവ കഥ പറയൂ. നിങ്ങളുടെ അനുഭവ കഥ പറയൂ. നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് പറയൂ. ഞാനും കറുത്തമ്മയും തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നു. പറ. പാതിരാത്രി 10 മണിയാകുമ്പോ ഞാൻ കറുത്തമ്മയുടെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് അവിടെ അച്ഛനും അമ്മയും ഉറങ്ങുമെന്ന് ജനൽ വഴി നോക്കും. അല്ല, ഈ പങ്കായം എടുക്കാനല്ലല്ലോ. പങ്കായമില്ല. രക്ഷപ്പെട്ടു. ആ കഥയിൽ പങ്കായം. അങ്ങനെ കറുത്തമ്മ കിടക്കുന്ന ജനലിന്റെ അടുത്ത് എത്തുമ്പോ കൂർക്കമ്പരിയുടെ ശബ്ദം കേൾക്കാം. എന്നിട്ട് കറുത്തമ്മയുടെ കാലിൽ തൊട്ട് ഞാൻ വിളിക്കും. കറുത്തമ്മ കഥ തുറന്ന് കടപ്പുറത്തേക്ക് വരും. ഓ, അത് ശരി. ഞാനും കറുത്തമ്മയും കൂടി കടപ്പുറത്തേക്ക് നടക്കും. എന്നിട്ട് ആളില്ലാതെ കമത്തിട്ടേക്കുന്ന വള്ളത്തിന്റെ അടിയിൽ കയറും. എന്നിട്ട് അതിന്റെ അടിയിൽ കയറി പാട്ട് പാടും.
അല്ല എന്തിനാണ് നിങ്ങൾ ഈ കമത്തിയിട്ട വള്ളത്തിന്റെ അടിയിലോട്ട് കയറിയിരുന്ന് പാട്ട് പാടുന്നത്? കമത്തിയിട്ട് വള്ളത്തിനകത്ത് ഇരുന്ന് പാടിയാൽ നല്ല എക്കോ കിട്ടും. അത് ശരി. ഒരാൾക്ക് എത്ര നേരം പാടും നിങ്ങള്? കോഴി കൂവുന്നവരെ പാടും. കോഴിക്ക് പോലും ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതാണ് കോഴി വരെ കൂവിയത്. കറക്റ്റ്. എന്താണിത്? ഒരാൾക്ക് പങ്കായം, ഒരാൾക്ക് പാട്ട്. നിങ്ങൾ ഒരു നേരത്തെ നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടോ? അല്ല ഞാനിപ്പോ നോക്കിയിട്ട് ഇവർ രണ്ടുപേരെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ പരിയൻകുട്ടിയാണ്. അതുകൊണ്ട് പരിയൻകുട്ടിയോടെ പോകണമെന്നാണ് നമുക്ക് തീരുമാനിക്കുന്നത്. പരിയൻകുട്ടിയോടെ പോയിക്കോട്ടെ. ഇല്ല, എനിക്ക് എന്റെ പഴനിയണ്ണന്റെ കൂടെ പോയാൽ മതി. നീ അങ്ങനെ പണിഞ്ഞണ്ണന്റെ കൂടെ വരണ്ട. അത് പറ്റില്ല, നിങ്ങൾ കാമുകന്റെ കൂടെ പോണം. അതാണ് ഇവിടുത്തെ നിയമം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോണം. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് എന്റെ ദൈവമാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ മതി. അത് നടക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് വേണമെങ്കിൽ കാമുകനോടെ പോയാലേ പറ്റുള്ളൂ. നിങ്ങൾ ഈ പരിയക്കുട്ടിയുടെ കൂടെ തന്നെ പോകണം. അതാണ് ഇപ്പൊ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾ ഈ കാമുകനാണ്. അയാളെ അത്ര സ്നേഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി പാട്ട് പാടി മരിക്കുന്ന ഒരു കാമുകനുള്ളപ്പോ ആ സ്നേഹം എന്തിനാ കണ്ടില്ലെന്ന് നടിക്കണം? മേഡം, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവളുടെ ഭർത്താവിന്റെ കൂടെ പൊക്കോട്ടെ. അതെന്തിനാണ്? നിങ്ങൾ 15 വർഷം സ്നേഹിച്ചതല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അവരെ കൊണ്ടുപോയാൽ എന്താ തെറ്റ്? ഞങ്ങൾ അനുവാദം തന്നില്ലേ? നിനക്ക് വിഷമം വരുത്തില്ലേ? സ്നേഹിച്ച പെൺകുട്ടി കൂടില്ലെന്ന് പറയുമ്പോ വിഷമമുണ്ട്. അതിനല്ലേ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നമ്മൾ സംസാരിച്ചത്. ഒരിക്കലും എനിക്ക് വേണ്ട. അവളെ ഭർത്താവിന്റെ കൂടെ പോയാൽ മതി. ഭർത്താവ് വരെ വിട്ടുതരാൻ തയ്യാറാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. എടി നിർത്തടി. നീ വർത്താനം പറയല്ലേ. എന്റെ സ്രാവിന്റെ കണ്ണിൽ തുപ്പലും തെറിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടാത്തത്? അവൾ അവന്റെ കൂടെ പോയാല് എനിക്ക് കടപ്പുറം വഴി പാടി നടക്കാൻ പറ്റൂ. അവൾ എന്റെ കൂടെ വന്നാൽ എനിക്ക് ഒരിക്കലും പാടാൻ പറ്റില്ല. അവള് പോണം. അപ്പൊ എനിക്ക് സങ്കടപ്പെട്ട് പാടണം. മനസ്സിലായില്ലേ? ചുരുക്കം പറഞ്ഞ അവന് അവളെ കിട്ടിയില്ലെങ്കിലും പാടിയാ മതി. എനിക്ക് പാടി പാടി മരിക്കണം. അണ്ണൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? പോലീസ് സ്റ്റേഷനിൽ ഒരു മൈക്ക് ഓർഡർ മേടിച്ചു തരണം. അത് ഞാൻ ഓക്കെ. കരുത്തമ്മ, വളരെ വിളിച്ചോണ്ട് പോ, ഞാൻ പാടട്ടെ. കൊച്ചു മുതലാളി, കടലിലെ ഓളവും കരളിലെ കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ അടങ്ങുകില്ല. ഇതൊരു പെർഫോമൻസ് കാണാനുള്ള ഒരു മൂടുണ്ടോ? ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. ഇതാ ഒരു തട്ടുപൊളിപ്പൻ അല്ലെങ്കിൽ ഒരു തകർപ്പൻ പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. ഏറ്റവും അധികം ആൾക്കാരുടെ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഡാൻസ് പെർഫോമൻസുമായിട്ട് എത്താൻ പോണേ കേട്ടോ. ഈ ഒരു കോമ്പി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ നോബി ചേട്ടനും മൃദുലയും കൂടെ ഈ ഒരു സ്റ്റേജിൽ ഡാൻസ് പെർഫോം ചെയ്താൽ എങ്ങനെയായിരിക്കും? എന്നെ കൊണ്ട് ഡാൻസ് ഞങ്ങൾ ശരിയാവില്ല. ചുമ്മാ നോബി ചേട്ടാ, എല്ലാ തവണയും നോബി ചേട്ടൻ ഇങ്ങനെ പറയും, ഡാൻസ് നമ്മളെ കൊണ്ട് നോബി ചേട്ടാ നമുക്ക് നോക്കാം. നമുക്ക് തള്ളി വിടാം അങ്ങോട്ട്. എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ.
ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ മഴത്തുള്ളി മണി കൊണ്ടിരിക്ക് 100 മഴവിൽ മേടകൾ പണിയാമോ മഴത്തുള്ളി കൊട്ടാരം ഞാൻ കെട്ടാം പെണ്ണിലാവിന്റെ മതിലുകൾ പണിഞ്ഞു തരാം മഴത്തുള്ളി മണി കൊണ്ടിരിക്ക് 100 മഴവിൽ മേടകൾ പണിയാമോ മഴത്തുള്ളി കൊട്ടാരം ഞാൻ കെട്ടാം പെണ്ണിലാവിന്റെ മതിലുകൾ പണിഞ്ഞു തരാം എന്നോടിനി എന്നാൽ ഇഷ്ടം കൂടുമോ ഞാനുണ്ട് നിന്നോട് കൂടാൻ ഞാനുണ്ട് നിൻ വിളിക്കേക്കാൻ അങ്ങനെ എൻ വഴിവാ എന്റെ കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ഞാനുണ്ട് നിന്നോട് കൂടാൻ ഞാനുണ്ട് നിൻ വിളിക്കേക്കാൻ അങ്ങനെ എൻ വഴിവാ എന്റെ കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ഈ കരളിന്റെ പെർഫോമൻസ് കണ്ടപ്പോ എന്താ പറയാനില്ല, നോ വേർഡ്സ്, പൊളിച്ചടക്കി എന്ന് വേണം പറയാനായിട്ട്. ഞാൻ വീണ്ടും പറയാണ്, ഒരു റിഹേഴ്സൽ ഉണ്ടായിട്ടില്ല, സ്പോട്ടിൽ പാട്ടിട്ട് ഒരു ഡാൻസ് ചെയ്യാം, എന്നൊരു കോട്ടും താന്ന് പറഞ്ഞ കോട്ട് ഇട്ട് ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ്. പക്ഷേ ഗംഭീരം, ഇതിന്റെ വിഷ്വൽ ഉണ്ടല്ലോ, ശരിക്കും ഫിലിമിൽ കാണുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നി. അത്രയും ഒരു കോമ്പിനേഷൻ ആൻഡ് കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾക്ക്. സൂപ്പർ കൊറിയോഗ്രാഫി ഓഫ് കോഴ്സ് മൃദുലയായിരുന്നു. സോങ് സെലക്ഷൻ ആരുടെയായിരുന്നു? എല്ലാം നമ്മുടെ തന്നെ. വലിയൊരു കൈ എടുക്കണേ നോബിച്ചേട്ടാ. പറയ് നോബിച്ചേട്ടാ. നോബിച്ചേട്ടൻ ഓരോ ദിവസം പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് കലാമണ്ഡലത്തിലെ ആ ഒരു സ്ഥാനം നടത്തുന്നതാണെന്ന്. അതല്ല ഞാൻ മൃദുല ഈ സോങ് അയച്ചു തന്നു. എനിക്ക് ആ സോങ് പഠിക്കാൻ പറ്റില്ല ലിറിക്സ്, അതുകൊണ്ട് ഞാൻ കോളിംഗ് ക്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓഡിയൻസിന് ഈ ഒരു പെർഫോമൻസിനെ പറ്റി ഒറ്റ വാക്കിൽ എങ്ങനെ നിങ്ങൾ പറയാൻ പോണേ? പൊളിപ്പൻ. ശരിക്കും ജന്മന കേൾവി ശക്തി ഇല്ലാത്ത ഒരാൾ വരെ ഇവരുടെ പെർഫോമൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഇവരുടെ ആ മാനസത്തിൽ നിന്ന് കംപ്ലീറ്റ് ലിറിക്സ് വരെ ഞങ്ങൾക്ക് വായിച്ചെടുക്കായിരുന്നു. ആ ഒരു കൊട്ടാരം കെട്ടാന്ന് ഉള്ളതാണോ? ആ കൊട്ടാരം ഒന്ന് ഒന്നും കൂടെ കെട്ടിക്കുമോ പ്ലീസ്? ആ കൊട്ടാരം കെട്ടാൻ ഞങ്ങൾക്ക് കാണണം. മഴത്തുള്ളി കൊട്ടാരം ഞാൻ കെട്ടാം. ഈ കൊട്ടാരത്തിൽ ആർക്കൊന്ന് പോവാൻ തോന്നേ? ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നിട്ടാണോ? ഇതൊക്കെ എന്ത് ഇതൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ നോവിച്ചേട്ടാ ഇങ്ങനത്തെ 2-3 സ്റ്റെപ്പ് ഞങ്ങളെ പഠിപ്പിച്ചു തരോ? ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് ഈ ഫീസിന്റെ കാര്യമൊക്കെ പറയാം, അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ആരെ അങ്ങനെ ക്ഷണിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഈ ഒരു കോമ്പിനേഷൻ ആവട്ടെ, ഇതുപോലെ തന്നെ കുറെ ഡാൻസ് പെർഫോമൻസുമായിട്ട് ഈ ഒരു കോമ്പി വീണ്ടും എത്തും. അപ്പൊ ഒരു വലിയ കൈഡ് എടുക്കാം നമ്മുടെ മൃദുല കുട്ടിക്കും നമ്മുടെ സ്വന്തം നോബിച്ചേട്ടനും. താങ്ക് യു. ഗെയിമിന് മുമ്പായിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയ ലോക്കായി പോയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? ഞാൻ ഇത്ര മണിക്കൂറതായി ഈ റൂമിന്റെ ഇടയിൽ പെട്ടുപോയി, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ലിഫ്റ്റിൽ വിട്ടിട്ടുണ്ടോ? അല്ല ഞാന് പിന്നെ
കക്കൂസിൽ പെട്ട് പോയിട്ടുണ്ട്. അല്ല സോറി, ബാത്റൂമിൽ പെട്ട്. മോനെ ഇതിന്റെ പുറത്തുനിന്ന് ഇത് ലോക്ക് ചെയ്തിട്ട് ആരും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ കുറെ നേരം ഒരു 1.5 മണിക്കൂർ ആ ബാത്റൂമിനുള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനൊരു സംഭവം. ആ 1.5 മണിക്കൂറാണ് അവര് സുഖിച്ച് ജീവിച്ചത്. ഏതായാലും സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമില് ശരിക്കും കുറച്ച് പേരെ നമ്മൾ പൂട്ടാൻ പോവാണ്. അവരെ ഈ പൂട്ടിന്റെ അകത്ത് നിന്ന് ഇതൊക്കെ കുത്തി തുറന്ന് ആർക്കൊക്കെ പുറത്ത് രക്ഷിക്കാൻ പറ്റും, യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ആരൊക്കെ സൂപ്പർമാൻ ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർ വുമൻ ആയിട്ട് വന്ന് രക്ഷിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം. ആൻഡ് ഈ ഗെയിമിന്റെ പേരാണ് മണിച്ചിത്രപ്പൂട്ട്. മണിച്ചിത്രപ്പൂട്ടല്ല, പൂട്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ടീംസും ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം. 2 ടീംസ് അവിടെ ഉണ്ട്. ചിലര് ബന്ധനം തന്നെ പരൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ കുറേ ലോക്കിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. അവരൊന്ന് ഇത്തിരി ഫോർവേഡ് എന്ന് വരും. ഒരു ടീമിൽ നിന്ന് നമ്മുടെ സാധികയും ഒരു ടീമിൽ നിന്ന് നമ്മുടെ ഐശ്വയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, ഇത്തിരി കുറുമ്പ് കൂടുതലായിരുന്നു. ശരി, അപ്പൊ ഇനി ബാക്കിയുള്ളവർ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ സേവ് ചെയ്യണം. സേവ് ചെയ്യണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ടീമിൽ നിന്നും ഓരോരുത്തർ വരുന്നു. സ്ലിപ്പറി ആയിട്ടുള്ള ഒരു വേ ആണ്. ഈ വേയിൽ കൂടെ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരെ രക്ഷിക്കാനുള്ള താക്കോൽ അവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കിടന്നിട്ട് വേണം, മുട്ടുകൊണ്ടോ കൈകൊണ്ടോ ഒന്നുമല്ല, ശരിക്കും കിടന്ന് തന്നെ എഴഞ്ഞിട്ട് വേണം നിങ്ങൾ അപ്പുറത്തേക്ക് എത്താനായിട്ട്. 2 ടീമിലെയും ഓരോരുത്തർ ഒരുമിച്ചായിരിക്കണം പോകുന്നുണ്ടായിരിക്കുക. ഇതിന്റെ ഇടയിൽ ഗുസ്തി പിടിക്കുക എന്ത് വേണേലും ചെയ്യാം. മാറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഔട്ടാവും. അവിടെ പോയി നിന്നോളാൻ പറയും. ബാക്കിയുള്ള ആൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് താക്കോൽ എടുത്ത് കൊണ്ടുവരാം. അവിടെ എത്തിയിട്ട് കൈ കൊണ്ടല്ല താക്കോൽ എടുക്കണ്ടേ, അവിടെ എത്തിയിട്ട് വായ കൊണ്ട് മീൻസ് തല വെള്ളത്തിലിട്ടിട്ട് കടിച്ചെടുക്കണം നിങ്ങൾ ഈ ഒരു കീ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കണം, എന്നെ ആരും രക്ഷിക്കില്ല എന്നാണ് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്. തിരിച്ച് അതേപോലെ തന്നെ നിങ്ങൾ എഴഞ്ഞു തന്നെ വരണം. എന്നിട്ട് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, ആൻഡ് അൺലോക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും പാർട്ട്ണർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്ത 2 പേര് ഒരുമിച്ചായിരിക്കണം സ്റ്റാർട്ട് ചെയ്യണ്ടായിരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പളേ മണിച്ചിത്രപ്പൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ പൂട്ടെടുക്കാൻ അല്ല, പൂട്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് താക്കോൽ എടുക്കാൻ ആരൊക്കെയാണ് വരാൻ പോണേ? ആദ്യം അനു ആൻഡ് നവീൻ. ആഹാ, എന്താ കോമ്പിനേഷൻ. കുട്ടി ഞെക്കി പിടിയരുത്. ഓക്കെ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. യെസ്, കം ഓൺ. ആഹാ, മാറ്റ് ചെയ്ത് പുറത്ത് പോയിരുത്. മാറ്റ് ചെയ്ത് നവീൻ 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 മാറ്റ് ചെയ്ത്. അനുദിന്റെ ചാവിയാണ്. അനു നവീൻ പോന്നോട്ടെ, കുഴപ്പമില്ല. അനു നീ പോയി നിന്റെ ചാവി എടുക്ക്. എന്താ ക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? അനു ആൻഡൂരിട്ട് കൂടാരത്തിനുള്ളിൽ കയറുന്നത് അവൻ ശരിയല്ല. വീട്ടിന്ന് എഴഞ്ഞു പോണം, എഴഞ്ഞു പോണം. നിനക്ക് എന്താ ഭാഷ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? Come on, Jishan and Tanveen. Aha.
കിട്ടി ചെല്ല് എന്താ ആലോചിക്കണേ കിട്ടിയോന്നൊക്കെ ചേട്ടന് കിട്ടിയോന്നൊക്കെ സൈഡിലെ ത്രെഡില് പിടിക്കരുതേ ഹലോ ഇന്നെങ്ങാനും നടക്കുമോ വെള്ളം ഹൈഡ്രോഫോബിയ ജിഷിന്റെ പകുതി ആരോഗ്യവും നമ്മുടെ കൺവിയുടെ ചവിട്ടില് പോയി തന്നെ കിട്ടിയോ ട്രൈ ഒരെണ്ണം കൂടി ഉണ്ട് ഇത്ര എഫേർട്ട് വെറുതെയായി യെസ് അടുത്ത രണ്ടുപേര് കമോൺ റിനി ആൻഡ് ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി റിനി വിട്ടോട് എന്തൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തരുത് എന്റെ ലക്ഷ്മി ചേച്ചി പുറത്തുപോയി ഔട്ടാണ് പിടിച്ചു നിർത്തരുത് എഴുന്നേറ്റ് നടക്കരുത് സൂപ്പർ ഇനി കമോൺ ലക്ഷ്മി ചേച്ചി ഒരു കുളത്തിലൊക്കെ മുങ്ങണ അതേ എഫക്റ്റ് ആണ് ഇവരുടെ ഫേസിൽ നമുക്ക് മനസ്സിലാവണേ കിട്ടിയോ റിനി വെരി ഗുഡ് റിനി ലക്ഷ്മി ചേച്ചി കിട്ടിയോ ട്രൈ പതുക്കെ കമോൺ റിനി എഴഞ്ഞു പോണം മുട്ടിൽ നടക്കരുത് വെരി ഗുഡ് ടോട്ടൽ 3 റെഡി സൂപ്പർ വെരി ഗുഡ് ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്ന ചാവി കാൺമണ്ടായി അയ്യോ ഞങ്ങളുടെ ലക്ഷ്മി ചേച്ചി ചാവി വിഴുങ്ങി താക്കോല് വിഴുങ്ങി എനിക്ക് വയ്യ അനുഭവിക്കോ അനുഭവം കിട്ടി വീഴരുത് ട്രൈ അടുത്ത രണ്ടുപേര് again. നവീൻ and അനു. കിടക്കണം നവീൻ foul players. ഓടരുത്, പതുക്കെ. ഹലോ അനു ഓൾറെഡി 3 ഐഷയുടെ കഴിഞ്ഞിരുന്നു അടുത്ത രണ്ടുപേര് ഗെറ്റ് റെഡി അങ്ങനെ എത്ര മൺചിത്രം പൂട്ടിയാലും ഐശ്വര്യ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഈ ടീം തെളിച്ചിരിക്കണം. അല്ല നിങ്ങൾക്ക് നാദരില്ലേ? നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാ? എന്തായാലും ഞങ്ങൾ തോറ്റു തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ എന്താ ഇവിടെ കാര്യം? എന്നാലും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടി വീട് ഇങ്ങനെ തകർത്ത് കളയണം എന്തെങ്കിലും ഒരു സംഭാവനയൊക്കെ തരാം. ഇനി പഞ്ചായത്തിന് എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. നോക്കാം. ഉള്ളത് പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പഴേ ഈ ഒരു ടീമിന്റെ പെർഫോമൻസിലേക്ക് വരും. ഇനി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. പാവൊരു കുട്ടി 4 ചാവിയാണ് സാധികയ്ക്കായിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്ന ഒരെണ്ണം മാത്രമാണ് തുറന്നത്. 3 എണ്ണം ഇനി എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി സത്യാവസ്ഥ ഞാൻ പറയട്ടെ. ടോട്ടൽ നമ്മള് 7 ചാവി അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 4 എണ്ണം മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ളത്. ബാക്കി 5, 6, 7 അതായത് 3 ചാവി ഫേക്ക് ആയിരുന്നു. അതിൽ നിങ്ങൾ എടുത്തത് മൊത്തം റോങ് ചോയ്സ് ആയി പോയി. ഈക്വലി 2 ബൗളും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തത് രാക്ഷസിയായിട്ട് നിൽക്കണേ? കൺവെൻഷൻ കുളിച്ചില്ല, മേക്കപ്പ് ഒക്കെ പോയല്ലോ. ഇവിടെ എന്തായിരുന്നു? ആ പാവൻ നവീൻ ഒന്ന് വരൂ. നവീൻ എന്തായിരുന്നു
ആയിരുന്നു ഇവിടെ ഇങ്ങനെ സ്റ്റേ, ഈ ഹട്ടിൽ താമസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേട്ടമൃഗമായി പോയത് നമ്മുടെ നവീനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതെന്താ പറഞ്ഞ വളരെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ ഞാൻ ഈ ഗെയിമിൽ പറഞ്ഞിട്ടില്ല എന്റെ പാന്റ് ഊരാന്ന് പറഞ്ഞിട്ടില്ല. നീ എന്താ കാണിച്ചത്? എനിക്ക് പിടിക്കാനേ, ചേട്ടനെ പിടിക്കാൻ ഈ കൂടിന്റെ ഉള്ളിൽ വെച്ച് ഇവളെന്റെ കാലിൽ വരെ കടിച്ച്. അതറിയോ നിനക്ക്? കാലില് കടിച്ചു, മുഖത്ത് ചവിട്ടി, ഏറ്റവും കൂടുതൽ ചവിട്ടി കിട്ടിയത് നമ്മുടെ ജിഷ്ണയുടെ ഈ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്നത് ഇതാണ്. അതെ അതെ, കളരിക്ക് പുറത്തു പറയുന്ന ആ വെള്ളത്തിലും. അനു ഓർത്തത് താക്കോൽ അവിടെയല്ല, പുള്ളിയുടെ ജീൻസിന്റെ പോക്കറ്റിലാന്ന് ഓർത്തിട്ടാ പാൻറ് ഊരിയത്. എന്തായാലും നല്ല ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചിക്ക് എന്ത് പറ്റി, എന്താ പറയാ? ചെവി നിറച്ചും വെള്ളം കയറിയിരിക്കുക. ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ ഒരു കുപ്പി എടുത്തോണ്ട് വാ. അപ്പോഴേ ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഈ ഒരു ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോബി ചേട്ടൻ ആൻഡ് ടീം. കഴിയടിക്കും. Good night, Shivratri, Suganitra. We are saying bye-bye from this is Eastern Star Magic powered by Aushadhi. Ta-ta!